ഏർലി 30s ഒരു കപ്പിള് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് വർഷങ്ങളും എല്ലാം അവര് ഭയങ്കര സിംഗിൾ ആയിരുന്നു. ആര് കണ്ടാലും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന രീതിയിലായിരുന്നു അവരുടെ ഒരു കെമിസ്ട്രിയും ലൈഫ് സ്റ്റൈലും ഒക്കെ. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. തോട്ടാനും പിടിച്ചതിനും ഒക്കെ അടി. എന്നാൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തൊക്കെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷെ വൈഫ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് പിടിക്കില്ല, അതുപോലെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വൈഫിനും പിടിക്കുന്നില്ല. ഈ സ്റ്റോറിയിലെ പോലെ പറയത്തൊക്കെ വലിയ പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിലും വാ തുറന്നാൽ ഞാനും എന്റെ പാർട്ണറും അടിയാണ് എന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഈ എപ്പിസോഡ് മിസ്സാക്കാതെ കാണുക. എന്തായിരിക്കും അവരുടെ പ്രോബ്ലം? ലെറ്റ്സ് തിങ്ക്. ഹായ് എവരിവൺ, ദിസ് ഈസ് അന്നപൂർണി ആൻഡ് വെൽക്കം ടു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ സീരീസ് ലവ് മാരത്തോൺ. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ലൈഫ് ലോങ് ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഗ്രേറ്റ് റിലേഷൻഷിപ്പിലൂടെ ഒപ്പം ഒരുമിച്ച് ബഹുദൂരം സഞ്ചരിക്കാൻ വാച്ച് ദിസ് ലവ് മാരത്തോൺ സീരീസ്. ഈ സീരീസിലെ ഓരോ എപ്പിസോഡ്സും 13 തിങ്സ് മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഡു എന്ന ബുക്കിലെ ഓരോ ലെസൺസ് ആണ്. യങ് കപ്പിൾസ് മുതൽ പേരക്കുട്ടികളായ കപ്പിൾസിന് വരെ അവരുടെ ഒരു ഓക്കെ റിലേഷൻഷിപ്പിനെ ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാനായിട്ട് ചെയ്യാൻ പാടില്ലാത്ത 13 കാര്യങ്ങളാണ് ഞാൻ ഈ സീരീസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. തുടക്കത്തിൽ തേനെ പാലെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം കൂടിയപ്പോൾ പതുക്കെ അവരുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ റെസ്പെക്ട് കുറഞ്ഞു തുടങ്ങി. മറ്റേ ആളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് വാസ് देयर പ്രോബ്ലം. അതാണ് എപ്പിസോഡ് 7ന്റെ ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിസ്റെസ്പെക്ട്. പാർട്ണറുടെ അടുത്ത് റെസ്പെക്ടോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് സംസാരത്തിൽ മാത്രം ആ റെസ്പെക്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിൽ യൂസ് ചെയ്യുന്ന ടോൺസ്, ആക്ഷൻസ്, ഇതിലെല്ലാം റെസ്പെക്ട് ഉണ്ടാകേണ്ടതുണ്ട്. മിക്കവരും വിചാരിക്കുന്നത് ഞാൻ എന്റെ പാർട്ണറിനെ ഡിസ്റെസ്പെക്ട് ഒന്നും ചെയ്യില്ല എന്ന്. കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ട് വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ ഓൺ ദിസ്. ഡിസ്റെസ്പെക്ടോടുകൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒച്ചയിട്ട് വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്നത്, ത്രെട്ടൻ ചെയ്യുന്നത്, നെയിം കോളിംഗ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കി സംസാരിക്കുന്നത്, പാർട്ണർ എന്തെങ്കിലും പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്, എന്തെങ്കിലും മേജർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിൽ പാത്രങ്ങളോ ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയുന്നത്, സംസാരിക്കുന്നതിനിടയിൽ റൂമിൽ പോയി ഡോർ അടച്ചിരിക്കുന്നത്, കുട്ടികളുടെ അടുത്തോ വീട്ടിലെ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തി കാണിക്കുന്നത്, ഇതെല്ലാം ഡിസ്റെസ്പെക്ട് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആണ്. പറയത്തൊക്കെ വലിയ പ്രോബ്ലംസ് ഒന്നും റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള രീതിയിൽ പാർട്ട്നേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയാൽ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും. Now let's see why couples communicate with disrespect. Number 1, easily getting annoyed by a person's habit when you spend a lot of time with them. പാർട്ണറുടെ ചില ഹാബിറ്റ്സ് ഒക്കെ കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തോ ഒന്നും അത്ര പ്രോബ്ലം ഉള്ളതായി തോന്നിക്കാണില്ല. ബട്ട് വൺസ് ഒരുമിച്ച് ഒരുപാട് സമയം ചിലവഴിച്ച് തുടങ്ങുമ്പോൾ നേരത്തെ കുഴപ്പമില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനോയിങ് ആയി തോന്നിയേക്കാം. അത് മിക്കവാറും കമ്മ്യൂണിക്കേഷനിലും പ്രതിഫലിക്കുന്നു. Number 2, we take out our aggression on the people we encounter in our everyday life. പല സിറ്റുവേഷൻസ് ലൈക്ക് ജോലി സ്ഥലത്തോ മറ്റ് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെയുള്ള ദേഷ്യം അമർഷം ഒക്കെ നേരിട്ട് കാണിക്കാൻ പറ്റാതാകുമ്പോൾ ചിലർ അതൊക്കെ എപ്പോഴും കൂടെയുള്ള ലൈഫ് പാർട്ണറിന്റെ മേലെ തീർക്കുന്നു. ഇമോഷൻസ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാത്തതും ഇതിനൊരു റീസൺ ആണ്. Number 3, getting into the comfort zone knowing that someone who is close to us won't leave us if we are rude. താൻ എങ്ങനെ പെരുമാറിയാലും തന്റെ പാർട്ണർ തന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു കംഫർട്ട് സോണിൽ പെടുമ്പോൾ ഡിസ്റെസ്പെക്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര വലിയ കാര്യമാക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നു. Now let's see how to build mental strength. Number 1, reflect and validate. പാർട്ണറിനെ ലിസൺ ചെയ്യുക. തന്റെ ഫീലിംഗ്സ്, ഇമോഷൻസ്, അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ പാർട്ണർ കേൾക്കാതാകുമ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പലതരം ഡിസ്റെസ്പെക്ട് രീതികളിലൂടെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കേൾക്കുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫുള്ളും ഇടാതിരുന്ന് ക്വയറ്റ് ലിസണിങ് ചെയ്യുക അല്ല വേണ്ടത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായി ആക്റ്റീവായി ഇരുന്ന് കേട്ടിട്ട് റിഫ്ലക്ട് ആൻഡ് വാലിഡേറ്റ്. ഇതൊക്കെയാണോ നിനക്ക് ഷെയർ ചെയ്യാനുള്ളത്? ഓ, അതുകൊണ്ടാണോ നീ വിഷമിച്ചത്? അതാണോ നീ ഫ്രസ്ട്രേറ്റ് ആയത്? ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് അക്നോളേജ് ചെയ്യുക. തന്റെ കാര്യങ്ങൾ ഒരാൾ ലിസൺ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്തതിനു ശേഷം അവരും നമ്മൾ പറയുന്ന കേൾക്കാനായിട്ട് റെഡി ആവും. Number 2, address your unhealed wounds. അൺഹെൽത്തി കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ കപ്പിൾസിനിടയിൽ ഉണ്ടെങ്കിൽ മിക്കവാറും കുറെ അൺഹീൽഡ് വൂൺസും ഉണ്ടാവും. അതൊക്കെ അടക്കി പിടിച്ചിരുന്നാല് കാര്യങ്ങൾ വഷളാവുകയേ ഉള്ളൂ. എല്ലാം സോൾവ് ചെയ്യാതിരുന്നിട്ട് ഒരു സമയം വരുമ്പോൾ പണ്ട് നീ ഇതൊക്കെയാണ് ചെയ്തത്, പണ്ട് നീ ഇതൊന്നും ചെയ്തില്ല, അപ്പൊ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കാണും, ഇപ്പൊ എല്ലാം മനസ്സിലായോ എന്നിങ്ങനെയുള്ള അൺഹെൽത്തി പാറ്റേൺസ് ഒഴിവാക്കി മനസ്സിനേൽക്കുന്ന മുറിവുകളൊക്കെ അപ്പൊ തന്നെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുക. Number 3, say it with respect. ഒരേ ആവശ്യം നമുക്ക് പല രീതിയിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ആവശ്യം പാർട്ണറിനോട് ആ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ആക്കുമോ എന്ന് ചോദിക്കുന്നതും ഇനി ഞാൻ വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. ഇവൻ ദോ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് സെയിം ആണെങ്കിലും. സോ ഓൾവേസ് സേ ഇറ്റ് വിത്ത് റെസ്പെക്ട്. Now let's see the troubleshooting and common traps. Number 1, passive aggressive communication. ചില സമയങ്ങളിൽ വാക്കുകളിലൂടെ അല്ലാതെ ബിഹേവിയറിലൂടെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, താൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ടപ്പേന്ന് വെക്കുന്നത്, ഡോറ് നല്ല സൗണ്ടിലൊക്കെ അടയ്ക്കുന്നത്, താൻ ഒരുപാട് കഷ്ടപ്പെടുവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാത്രി ലേറ്റ് ആയിരുന്ന് വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതൊന്നും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഹെൽപ്പ് ചെയ്യില്ല. തന്റെ ബിഹേവിയേഴ്സ് ഒക്കെ കണ്ടിട്ട് പാർട്ണർ ഗസ് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം സ്പീക്ക് അപ്പ് ആൻഡ് ആസ്ക് ഫോർ സംതിങ് ഇഫ് യു നീഡ് ഇറ്റ്. Number 2, be mindful of electronic communication. Electronic communication
കമ്മ്യൂണിക്കേഷൻ പാർട്ണറുമായി നടത്തുമ്പോൾ എക്സ്ട്രാ കോഷ്യസ് ആവുക. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുമ്പോൾ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തേക്കാം. അയച്ചാളുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ അത് വായിക്കുന്ന ആള് മനസ്സിലാക്കുന്നത്. സോ ബി മൈൻഡ്ഫുൾ വിത്ത് ദാറ്റ്. പറ്റുമ്പോഴൊക്കെ എയ്തർ ഫോൺ കോൾസ് ഓർ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ തന്നെ സ്വീകരിക്കുക. ലവ് മാരത്തോണിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ എന്റെ പാർട്ണർ കൂടി കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കാണുക. നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള സ്നേഹം ഫെബ്രുവരി 14 എന്ന ഒരു ദിവസം മാത്രം ആഘോഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരുമിച്ച് അതൊരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ ജീവിതകാലം മുഴുവനൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കാനുള്ള ലവ് മാരത്തോൺ ആണ്. ഈ ലവ് മാരത്തോണിൽ ഹാപ്പി ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ട് ഒരുമിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഈ സീരീസിലെ അടുത്തടുത്ത എപ്പിസോഡ്സ് ഒക്കെ മിസ്സാക്കാതെ കാണുക. പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം ഇതൊക്കെ ലൈഫിലും അപ്ലൈ ചെയ്യുക. ലവ് മാരത്തോണിന്റെ അടുത്ത എപ്പിസോഡ് നാളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.